നമസ്കാരം. നമ്മുടെ രാജ്യം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും നീതിയിലുമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ചിലർ കരുതിയിരിക്കുന്നത് അവരുടെ തറവാട്ടിൽ നിന്ന് ഇറക്കുന്ന തീട്ടൂരങ്ങൾ നടപ്പിലാക്കാനുള്ള ഇടമാണ് ഭാരതമെന്നും ആ തീട്ടൂരങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവരാണ് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുമെന്നുമാണ്. അത്തരത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് തീട്ടൂരം ഇറക്കിക്കൊണ്ടിരിക്കുകയും സമൂഹത്തിൽ വിഷം കലക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തവരിൽ പ്രധാനിയാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള TG മോഹൻദാസ്. ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ട വാക്കുകളല്ല TG മോഹൻദാസിന്റെ വായിൽ നിന്ന് പുറത്തു ചാടിയത്. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് മോഹൻദാസ് ഉൾപ്പെടെയുള്ളവർ കരുതുന്നേ ഇല്ല. ആ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങുന്നവർക്ക് നേരെ, വിശേഷിച്ച് നമ്മുടെ ഭാരതത്തിന്റെ ഭാവിയായ യുവതലമുറയ്ക്കും പെൺകുട്ടികൾക്കും നേരെ നടക്കുന്ന ക്രൂരമായ കടന്നാക്രമണങ്ങളും വാക്കുകളാലുള്ള വേട്ടയാടലുകളൊക്കെ ഏതൊരു സാധാരണ മനുഷ്യന്റെയും മനസ്സിനെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വരെ ഉണ്ടാക്കുന്ന ഒന്നാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള സമരം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളെയും ആ പെൺകുട്ടികളെയും ഒക്കെ ലക്ഷ്യമിട്ട് TG മോഹൻദാസ് നടത്തിയിട്ടുള്ള അങ്ങേറ്റം നീചവും നിന്ദ്യവും അശ്ലീലവുമായിട്ടുള്ള പ്രസ്താവനകൾ. ഇതിൽ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെ വൈകിയെങ്കിലും ഒടുവിൽ തിരുവനന്തപുരം സൈബർ പോലീസിന്റെ ഇടപെടലിലൂടെ മോഹൻദാസ് എറണാകുളത്തെ മട്ടാഞ്ചേരിയിൽ സ്വന്തം വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലാവുകയും അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നീതിക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ള പെൺകുട്ടികളെയും യുവതലമുറകളെയും ഒക്കെ ക്രൂരമായി അവഹേളിക്കുകയും വിദ്വേഷ പ്രചരണം നടത്തുകയും ചെയ്ത ഒരാൾക്ക് നിയമപരമായ അർഹമായ ശിക്ഷ ലഭ്യമാക്കുന്നതിലേക്ക് വഴിവെക്കുന്ന നിർണായക ചുവടുവയ്പ്പുകൾ ഈ അറസ്റ്റിലൂടെ തുടങ്ങണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. വിദ്വേഷ പ്രചരണം, കലാപാഹ്വാനം, IT ആക്ട്, പോലീസ് ആക്ട് എന്നിവയ്ക്ക് പുറമെ സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഡിജിറ്റൽ തെളിവുകൾ, റെക്കോർഡിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളും മൈക്ക് ഒക്കെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും അനുബന്ധ വാർത്തകളായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇയാൾ ചെയ്തത് കേവലം ഒരു രാഷ്ട്രീയ വിമർശനത്തിൻ്റെയോ ഇനി അതല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെയോ പരിധിയിൽ ഒതുങ്ങുന്ന കാര്യമൊന്നുമല്ല. അത് അങ്ങേയറ്റം നീചവും അറപ്പുളവാക്കുന്നതുമായിട്ടുള്ള ഒരു ക്രിമിനൽ പ്രവൃത്തിയാണ്. ഇത്തരത്തിലെ വിദ്വേഷ പ്രചരണം നടത്തുന്നവർ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് പേരുണ്ട്. പലരുടെയും പ്രസ്താവനകളെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്, അല്ലെങ്കിൽ നിയമം അവർക്ക് നേരെ കണ്ണടയ്ക്കുന്നുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. ഏതായാലും ഇത്തരം വിദ്വേഷ പ്രചാരകരിൽ ചിലർക്ക് നേരെയെങ്കിലും ഇത്രയും വൈകിയാണ് എങ്കിലും നിയമത്തിന്റെ കൈകൾ ചെന്നെത്തി എന്നത് സ്വാഗതാർഹമാണെങ്കിലും ഇത്രയും ഗുരുതരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടത്തിയിട്ടും തുടക്കത്തിൽ ഉണ്ടായ ഒരു കാലതാമസം പോലീസിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. സ്വന്തം ഭാവിക്ക് വേണ്ടി, കുടുംബത്തിന്റെ ഭാവിക്ക് വേണ്ടി, ഭാരതത്തിന്റെ ഭാവിക്ക് വേണ്ടി സമരം ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ അവർ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് എന്നും അത്തരം അതിക്രമങ്ങൾ ഉണ്ടായാൽ പോലും അവർ പരാതിപ്പെടില്ല എന്നും ഇടതുപക്ഷക്കാരും മതേതരവാദികളുമായിട്ടുള്ള സ്ത്രീകൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇഷ്ടമാണെന്നും വരെ തരംതാണ ഭാഷയിലാണ് അയാൾ സംസാരിച്ചത്. എന്തൊരു വൃത്തികേടെന്ന് മനസ്സിലാക്കണം. ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു മതേതര രാജ്യത്ത്, പൗരബോധവും രാഷ്ട്രബോധവും കൊണ്ട് മനുഷ്യൻ ജീവിക്കേണ്ട രാജ്യത്ത് ഇങ്ങനെയുള്ള വാക്കുകൾ എടുത്ത് ഉപയോഗിക്കാൻ, അതും ജീവിതത്തിൻ്റെ മധ്യാഹ്നം പിന്നിട്ടിട്ടുള്ള ഒരാൾ പറയാന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്നും 4 കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ട് 4 മണിക്കൂറിനുള്ളിൽ അവിടെ വീഴുന്ന ശവങ്ങളെല്ലാം പെറുക്കി മാറ്റണമെന്നുള്ള ഭീഷണി, എന്തൊരു കഷ്ടമാണ്. ഇയാളൊരു മനുഷ്യനാണോ എന്നാണ് ചിന്തിക്കുന്നത്. ഈ അശ്ലീലവും ക്രൂരവുമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടത്തിയ അറസ്റ്റ് ചെയ്യപ്പെടാൻ സമയം വൈകിയെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുക്കളായി കാണുകയും അവരുടെ ശരീരത്തെയും അന്തസ്സിനെയും ഒക്കെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു രോഗാതുലമായിട്ടുള്ള വികല മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് ഈ പുറത്തേക്ക് വന്നതെന്ന് ചിന്തിക്കേണ്ടി വരികയാണ്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടത്തിലാക്കിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയാണ് വിദ്യാർത്ഥികളും പെൺകുട്ടികളും തെരുവിലിറങ്ങിയത്. വെറുതെ അല്ല, അവർ അക്രമം നടത്താൻ വേണ്ടി ഇറങ്ങിയതല്ല. അവരുടെ ഭാവി, അതാണ് രാഷ്ട്രത്തിന്റെ ഭാവി എന്ന് പറയുന്നത്. തങ്ങളുടെ ഭാവി ഇരുളടഞ്ഞു പോകുമെന്ന ഒരു ആധി ചോർന്നു പോയത് ചോദ്യപേപ്പർ മാത്രമല്ല, തങ്ങളുടെ സ്വപ്നങ്ങൾ കൂടിയാണ് എന്ന തിരിച്ചറിവോടെയാണ് ആ പെൺകുട്ടികളടക്കം ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ശബ്ദമുയർത്താൻ ഇറങ്ങിയത്. അവർ ഉയർത്തിയിട്ടുള്ള സമരം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളാണ്, ഓരോ വ്യക്തിയുടെ അവകാശങ്ങളാണ്. ജന്തർ മന്ദറിലെ ആ സമരം കേവലം ഒരു ഗ്രൂപ്പിന് മാത്രം സമരമായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അനീതിക്കെതിരായുള്ള ഒരു പോരാട്ടമായിട്ടല്ലേ അതിനറിയപ്പെട്ടത്.
ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി അവിടെ ഇല്ലായിരുന്നല്ലോ. ഒരു വിദ്യാർത്ഥി സമൂഹം, അതും ഈ ആധുനിക കാലഘട്ടത്തിൽ 2024 AI കാലത്ത് ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങുമ്പോൾ അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇത്തരം അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്നത് അസഹനീയമാണ്, അപലപനീയമാണ്. പെൺകുട്ടികളുടെ ശരീരത്തെയും അന്തസ്സിനെയും ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളെയും ഒക്കെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് അപമാനമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്തരം വാക്കുകൾ കേട്ടിട്ട് ഒരു രാജ്യത്തിലെ പൗരൻ അവൻ നിശബ്ദനായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ ധാർമ്മിക അടിത്തറ ഇളകിപ്പോയി എന്ന് പറയേണ്ടി വരും. നിയമ നടപടികൾക്കപ്പുറം ഇത്തരം വാക്കുകൾ ഒരു വ്യക്തിയുടെ മാത്രം അഭിപ്രായമായി കണ്ട് തള്ളിക്കളയാൻ പറ്റുമോ? ഇത് ഒരു വ്യക്തിയല്ലല്ലോ പറയുന്നത്, ഒരുപാട് വ്യക്തികൾ, അല്ലെങ്കിൽ ഒരു കൊടിയുടെ കീഴിൽ പോലും ഇത്തരത്തിൽ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. മതപരമായിട്ട്, വർഗീയമായിട്ട് വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്. കാര്യം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനസമൂഹത്തിൻ്റെ നാടാണ്. ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങളെയും വിയോജിപ്പുകളെയും ഒക്കെ അടിച്ചമർത്താൻ അക്രമവും ഭീഷണിയും അപമാനവും ഒക്കെ ആയുധമാക്കുന്ന ഇത്തരം രീതികൾ ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നേരെയുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അത് എതിർക്കപ്പെടേണ്ടതാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആഴത്തിലുള്ള രാഷ്ട്രബോധവും പൗരബോധവും പൗരസ്നേഹവും ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലാക്കണം. രാഷ്ട്രബോധം എന്നാൽ വെറും മുദ്രാവാക്യങ്ങൾ ഉരുവിടാനോ അല്ലെങ്കിൽ തെറി വിളിക്കാനോ കൊടികൾ വീശാനോ ചെയ്യലല്ല. അത് രാജ്യത്തിൻ്റെ ഭരണഘടനയോടും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങളോടുമുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബഹുമാനമാണത്. ജനാധിപത്യവും സ്വാതന്ത്ര്യവും സമത്വവും നീതിയും ഒക്കെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അതൊക്കെ ചെയ്യലാണ് യഥാർത്ഥ രാഷ്ട്രബോധം എന്ന് പറയുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലുമെന്നും അവരുടെ ശരീരങ്ങൾ ഛിന്ന ഭിന്നമാക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ ഈ രാഷ്ട്രബോധത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമണമാണ്. അതുകൊണ്ടാണ് ഇവരെയൊക്കെ തീവ്രവാദികളെന്ന് വിളിക്കേണ്ടത്. രാഷ്ട്രത്തെ തകർക്കുന്നവരെ, അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഉള്ളിലെ സമാധാനത്തെ തകർക്കുന്നവരെ, അതിനുള്ളിലെ ജീവിക്കുന്നവരെ, മനുഷ്യരുടെ ജീവിതം മുഴുവൻ താറുമാറാക്കുന്നവരെ തീവ്രവാദികൾ എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? ഭീകരവാദികളെന്ന് അവർ വിളിക്കേണ്ടത്. ഭീകരപ്രവർത്തനമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭാവി തലമുറയോട് കാണിക്കുന്ന ഈ അക്രമ മനോഭാവം രാജ്യത്തോട് തന്നെയുള്ള വിദ്വേഷമല്ലാതെ മറ്റെന്താണ്? പൗരബോധം എന്ന് പറയുന്നത് ഒന്നും കൂടി മേലെ നിൽക്കുന്നതാണ്. ഒരു പൗരൻ എന്ന നിലയിൽ ഓരോ വ്യക്തിക്കും സഹപൗരന്മാരുടെ അവകാശങ്ങളെയും അന്തസ്സിനെയും ബഹുമാനിക്കാനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. സ്ത്രീകളുടെ അന്തസ്സിനെ ഇത്തരത്തിൽ ചവിട്ടിത്താഴ്ത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന ആര് തന്നെ ആയിരുന്നാലും അവർ പൗരബോധത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു നഷ്ടം അതാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൂചന തന്നെയാണത്. ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വമില്ലെന്നോ അവർ അപമാനിക്കപ്പെടുമെന്നോ ഉള്ള ഒരു തോന്നലുണ്ടായാൽ ആ സമൂഹത്തിൻ്റെ വളർച്ചയും പുരോഗതിയും അവിടെ വെച്ച് അവസാനിക്കുന്ന അറിയാത്ത വിചക്ഷണന്മാരാണ് ചാനലിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്. അവർക്ക് ജീവിത സാഹചര്യങ്ങൾ ഒരുപാട് അനുഭവങ്ങളുള്ളവരാണ്, അത്യാവശ്യം പ്രായമുള്ളവരാണ്. വിദ്യാർത്ഥിനികൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയപ്പോൾ അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് അശ്ലീല ഭാഷ ഉപയോഗിക്കുന്നത് പൗരത്വത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ തന്നെ നിഷേധിച്ച് കളയലാണ്. അതുപോലെ തന്നെയാണ് പൗരസ്നേഹം എന്ന് പറയുന്നത്. ഇതൊക്കെ ഇയാളൊന്ന് മനസ്സിലാക്കണം. വലിയ ധാർമ്മികത വിളമ്പുന്ന ഒരാളാണല്ലോ. പൗരസ്നേഹം എന്ന് പറഞ്ഞാൽ അതിർത്തികളെയും ഭൂപ്രദേശങ്ങളെയും സ്നേഹിക്കാൻ മാത്രമല്ല, ഒരു ബൗണ്ടറി ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനുള്ളിലുള്ളവർ രാജ്യസ്നേഹികൾ, ബാക്കിയുള്ളവരൊക്കെ രാജ്യദ്രോഹികളെന്ന് കൽപ്പിക്കലല്ല. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യനെയും സ്നേഹിക്കലും ബഹുമാനിക്കലുമാണത്. ഒരു പെൺകുട്ടി സമരത്തിൽ പങ്കെടുത്തു എന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് അവളെ അപമാനിക്കുകയും അവളെ ലൈംഗികമായി തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നത് പൗരസ്നേഹത്തിന്റെ പൂർണ്ണമായും വിരുദ്ധമായ ഒന്നാണ്. ഇവിടെ പൗരബോധത്തെക്കുറിച്ചും രാഷ്ട്രബോധത്തെക്കുറിച്ചും രാഷ്ട്രത്തെക്കുറിച്ചും ഒക്കെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നിരന്തരം ഇറക്കിവിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മോഹൻദാസ് എന്ന് പറയുന്ന ഒരാൾ. യഥാർത്ഥ പൗരസ്നേഹമുള്ള ഏതൊരാളും സഹപൗരന്മാരുടെ, തങ്ങളുടെ അയൽപക്കക്കാരുടെ ഒക്കെ അന്തസ്സിന് കോട്ടം തട്ടുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്നവരാ. വിദ്യാർത്ഥികൾ ഈ രാജ്യത്തിൻ്റെ ഭാവിയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് സംസാരിക്കേണ്ടിയിരുന്നത്. അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കേട്ടുകൊണ്ട് അത് നടപ്പിലാക്കേണ്ടതാണെങ്കിൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി കൊടുക്കുകയായിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്. അവരുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ ഇരുളടഞ്ഞതാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. ഇതൊക്കെ ആരോടാണ് പറയേണ്ടത്? വിദ്വേഷം വിളമ്പി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന തീവ്രവാദികളാരായാലും അവർക്ക് പറ്റിയ സ്ഥലം കാരാഗൃഹമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ സൈനിക ശേഷിയിലോ അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക ശേഷിയിലോ മാത്രമല്ല കൂടിയുള്ളുന്നത്, മറിച്ച് അവിടുത്തെ ധാർമ്മിക മൂല്യങ്ങളിലും മനുഷ്യത്വത്തിലുമാണ്. സ്ത്രീകളുടെ അന്തസ്സിനെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സമൂഹം എത്ര സാമ്പത്തിക പുരോഗതി കൈവരിച്ചു എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ ശക്തമല്ല. വിദ്യാർത്ഥികളുടെ ഭാവിയെയും ശബ്ദത്തെയും അടിച്ചമർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം മുന്നോട്ടല്ല, പുറകോട്ടാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ഇന്ത്യക്കാരനും ഈ സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിലാണെന്നേ.
ഇവിടെ എല്ലാവർക്കും അഭിപ്രായ പ്രകടനത്തിന് അവകാശമുണ്ട്. എന്നാൽ ആ അവകാശം മറ്റുള്ളവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യാനോ അവരെ ലൈംഗികമായി അപമാനിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തെ അപകീർത്തിപ്പെടുത്താനോ ഉള്ള ഒരു അനുമതിയല്ല. അങ്ങനെ കരുതരുത്. സമരം ചെയ്യുന്നവരെ വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും സ്ത്രീകളെ നിന്ദ്യമായ രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ ആത്മാവിനെ തന്നെയാണ് കൊന്നൊടുക്കുന്നത്. അത് മനസ്സിലാക്കണത്. രാഷ്ട്രബോധം എന്ന് പറയുന്നത് രാജ്യത്തെ സ്നേഹിക്കലും അതിന്റെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കലുമാണ്. പൗരബോധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള ഉത്തരവാദിത്വവും ബഹുമാനമാണ്. പൗരസ്നേഹം എന്ന് പറയുന്നത് സഹജീവികളോടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണ്. ഈ 3 മൂല്യങ്ങളും നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഓരോ പൗരന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്വം നടപ്പിലാക്കേണ്ടതിന് പകരം ഇവിടെ രാജ്യത്തെ ജനങ്ങളെ ആക്ഷേപിക്കുക അല്ലെങ്കിൽ അവരെ അപമാനിക്കുക, ഈ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കുക, രാജ്യത്തെ തന്നെ തകർത്ത് കളയുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുക? അകത്ത് കിടക്കണം. ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ കോണുകളിലും തങ്ങളുടെ അവകാശങ്ങൾക്കായി സമരം ചെയ്ത പെൺകുട്ടികൾ ഈ രാജ്യത്തിന്റെ മക്കളാണ്. അവർ പുറത്തുനിന്ന് വന്നവരൊന്നുമല്ല. അവരുടെ ശബ്ദം ഈ രാജ്യത്തിന്റെ ജനാധിപത്യപരമായിട്ടുള്ള ശബ്ദമാണ്. അവരെ അപമാനിക്കുന്നത് ഈ രാജ്യത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത്തരം ആക്ഷേപങ്ങൾക്കെതിരെ അധിക്ഷേപങ്ങൾക്കെതിരെ അതിശക്തമായ നടപടികളും നിയമ നടപടികളും സമയബന്ധിതമായിട്ടുള്ള ശിക്ഷാവിധികളും ഒക്കെ ഉണ്ടാകേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ മതേതര നിലനിൽപ്പിനെയും ഭരണഘടനയും തകർത്തെറിയുന്ന ഏതൊരു തീവ്രവാദിയെയും, ഇനി ഏത് കൊടികെട്ടിയോനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി ഏവൻ തന്നെ ആയിക്കഴിഞ്ഞാലും അതിന് TJ ആയാലും മോഹൻദാസ് ആയാലും ഇനി ആരെന്ന് പറഞ്ഞാലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ അഴിക്കുള്ളിലാക്കും എന്ന് തന്നെ നമ്മൾ കരുതണം. Different angles. Don't forget to subscribe and support this channel.